അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മിൽക്ക് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നമ്മുടെ ആലിയ ഭട്ട് വൈറലാക്കിയിട്ടുള്ള ലെറ്റോ മിൽക്ക് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനായിട്ട് ആദ്യം തന്നെ വേണ്ടത് 4 കോഴിമുട്ടയാണ്. അപ്പോൾ നമുക്ക് 4 കോഴിമുട്ട എടുക്കാം. പിന്നെ ഇത് പൗഡേർഡ് ഷുഗർ ആണ്. 1 കപ്പ് പൗഡേർഡ് ഷുഗർ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ മുട്ടയൊക്കെ ഒന്ന് പൊട്ടിച്ചിട്ട് ഇതുപോലെ ഒരു വലിയൊരു ബൗളിൽ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് 4 മുട്ടയും പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിത് ഒരു ബീറ്റർ വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വിസ്കറോ അല്ലെങ്കിൽ ഫോർക്കൊക്കെ വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. നല്ലത് ബീറ്റർ വെച്ചിട്ട് ബീറ്റ് ചെയ്യുന്നതാണ്. നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ആദ്യം നമ്മൾ വൈറ്റ് സ്പഞ്ച് കേക്കാണ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് പതഞ്ഞ് പൊന്നുന്നത് വരെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ ബീറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1 കപ്പ് പൗഡേർഡ് ഷുഗർ ആണ്. ഷുഗർ അങ്ങനെ ചേർത്ത് കൊടുക്കാം. നല്ലത് ഇതുപോലെ പൗഡർ ആക്കിയിട്ട് ചേർത്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇനി ഇതാ കുറച്ച് ഈ ഒരു പൗഡർ ഷുഗർ ഇതിലേക്ക് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഒന്നിച്ച് ചേർക്കരുത്, കുറച്ച് അല്പമായിട്ട് ചേർത്തിട്ടാണ് ബീറ്റ് ചെയ്തെടുക്കേണ്ടത്. അപ്പോഴേ നമ്മുടെ ആ ഒരു കേക്കിനുള്ള ഒരു ഷുഗറിന് മധുരത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പൗഡർ ഷുഗർ ചേർത്തെടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് പതഞ്ഞ് വരുന്ന വരെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അതിൽ നന്നായിട്ടത് ഡിസോൾവ് ആവണം ആ ഒരു പൗഡർ ഷുഗർ. ഇനി അടുത്തതായിട്ട് ചേർക്കുന്നത് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത് 1 കപ്പ് മൈദ അല്ലെങ്കിൽ ആൾ പർപ്പസ് ഫ്ലോർ ആണ്. ഇനി നമുക്ക് മൈദ ഇതുപോലെ കുറച്ച് ഇതുപോലെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി മൈദ ചേർക്കുമ്പോൾ ഇതുപോലെ ബീറ്റ് ചെയ്തെടുക്കാൻ പാടില്ല. ഇതുപോലെ പതുക്കെ മിക്സ് ചെയ്തെടുക്കാനേ പാടുള്ളൂ. ഒന്നെങ്കിൽ ഇതുപോലെ ഒരു സ്പാച്ചിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ നമ്മുടെ ബീറ്ററിൻ്റെ ആ ഒരു ഇത് ഊരിയിട്ട് ഇതുപോലെ ഇങ്ങനെ പതുക്കെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ബീറ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ബേക്കിംഗ് പൗഡർ ചേർക്കുന്നില്ല, പകരം ചേർക്കുന്നത് ബേക്കിംഗ് സോഡയും വിനാഗിരിയാണ്. 1/4 ടീസ്പൂൺ വിനാഗിരിയിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഏറ്റവും ലാസ്റ്റാണ് നമ്മൾ ഇത് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ മൈദയൊക്കെ ചേർത്തതിന് ശേഷം ഏറ്റവും ലാസ്റ്റാണ് ഇത് ചേർക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇനി ബേക്കിംഗ് പൗഡറിൻ്റെ ആവശ്യമില്ല. ബേക്കിംഗ് പൗഡർ ഇല്ലാതെ തന്നെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് നമ്മുടെ ഈ ഒരു സ്പോഞ്ച് കേക്ക് നന്നായിട്ട് പൊങ്ങിയിട്ട് വരും. ഇനി അതും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മുടെ ബേക്കിംഗ് പാത്രം റെഡിയാക്കി വെക്കുക. അപ്പോൾ ഇതിലൊന്ന് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ബട്ടർ പേപ്പറൊന്നും വെച്ച് കൊടുക്കുന്നില്ല, അങ്ങനെ പോർ ചെയ്യാണ്. ഇനി നമ്മുടെ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അടിയിലൊന്ന് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഈ ഒരു കേക്കിൻ്റെ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിപ്പോൾ 1/2 kg പാത്രമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 kg എങ്കിൽ 1 kg അങ്ങനെ ഇഷ്ടമുള്ള പാത്രത്തിലേക്ക് വെക്കാം. ഈ കേക്കിന് അധികം ഹൈറ്റ് പാടില്ല, കുറച്ച് പരന്നിരിക്കണം നമ്മുടെ ഈ ഒരു മിൽക്ക് കേക്കിന്. അപ്പോൾ ഇനി ടാപ്പ് ചെയ്തിട്ട് എയർ ബബിൾസ് ഒക്കെ ഒന്ന് കളഞ്ഞു കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഓവനിൽ വെച്ചിട്ടൊന്ന് ഇതാക്കി എടുക്കാം, ബേക്ക് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റൗവിൽ വെച്ചിട്ട് അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇതാ ഓവനിൽ വെച്ചിട്ടില്ല, ഓവനിലോ അല്ലെങ്കിൽ OTGയിലോ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മുടെ കേക്ക് വൈറ്റ് സ്പോഞ്ച് കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടത് വിപ്പിംഗ് ക്രീമാണ്. വിപ്പിംഗ് ക്രീം അതുപോലെ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു ഷുഗർ സിറപ്പൊക്കെയാണ് വേണ്ടത്. അപ്പോൾ ഇതാ 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഈ ബീറ്ററിൻ്റെ ടിപ്പ് കുറച്ച് നേരം ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് നമുക്കിതുപോലെ ഇങ്ങനെ പെട്ടെന്ന് വിപ്പിംഗ് ക്രീം നന്നായിട്ട് പതച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി ഇതിലേക്ക് ചേർക്കുന്നത് പാലാണ്. ഒരു 1/2 കപ്പ് പാലെടുക്കുന്നുണ്ട്. അതുപോലെ ഇനി ഇതിലേക്ക് ചേർക്കുന്നത് കണ്ടൻസ് മിൽക്കാണ്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇത് നമ്മൾ അതിലേക്കുള്ള ആ ഒരു മിൽക്ക് സിറപ്പാണ് റെഡിയാക്കി എടുക്കുന്നത്. അതുപോലെ ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ വിപ്പിംഗ് ക്രീമും ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ ഫ്രഷ് ക്രീമും ചേർത്ത് കൊടുക്കാം.
ഇപ്പോൾ ഇതാ നമ്മുടെ മിൽക്ക് സിറപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു മിൽക്ക് കേക്കിലേക്ക് വേണ്ടത്. ഇനി ഇതാ നമ്മുടെ സ്പഞ്ച് കേക്ക് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മേൽഭാഗം കുറച്ച് ക്രിസ്പിയാണ്, നമ്മുടെ ഓവനിൽ പോലെ വരും. അപ്പോൾ അത് കണക്ട് വേണമെങ്കിൽ നമുക്ക് സ്റ്റൗവിൽ വെച്ചിട്ട് അങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ഇതാ ഞാൻ അതിൻ്റെ ഹാഫാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മുടെ ആ ഒരു മിൽക്ക് സിറപ്പ് ഒഴിക്കുകയാണ്. മിൽക്ക് സിറപ്പ് അതുപോലെ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കണം. ഇത് മറ്റേ ഭാഗമാണ്. പിന്നെ ഇത് സ്പഞ്ചിനകത്ത് ഇതുപോലെ ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലും കൊണ്ട് ഇതുപോലെ ഇങ്ങനെ ഹോൾസ് ഇട്ടെടുത്തു കഴിഞ്ഞാൽ ആ സിറപ്പ് പെട്ടെന്ന് അതിനകത്തേക്ക് ഇറങ്ങിപ്പോവും. എന്നാലേ എല്ലാ ഭാഗത്തും ഈക്വലായിട്ട് ആ ഒരു ഷുഗർ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ഇതാ മുകളിൽ ആ ഒരു മിൽക്ക് സിറപ്പ് അല്ലെങ്കിൽ നമ്മുടെ ഷുഗർ സിറപ്പൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണ്. മിൽക്ക് സിറപ്പും അതുപോലെ ഷുഗർ സിറപ്പും ചേർത്ത് കൊടുക്കാൻ ഒരു മധുരത്തിനായിട്ട്, നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതിങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ കേക്ക് ഒന്നും കൂടെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇത് നമ്മുടെ ഒരു ഡ്രസ്ലെച്ചസ് കേക്ക് ഉണ്ടല്ലോ, അതുപോലെ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇത് ഷുഗർ സിറപ്പ് ഒഴിച്ചതിന് ശേഷം ഞാൻ അതിൻ്റെ മുകളിൽ നമ്മുടെ വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇതുപോലെ ചേർത്തിട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ മുകളിൽ നന്നായിട്ട് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ ഫുൾ പോർഷൻ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ സ്പഞ്ചിന് അത്ര കട്ടി വേണ്ട ഇതിന്. അപ്പോൾ ഇത് നമ്മുടെ കേക്കിൻ്റെ മുകൾ ഭാഗം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് സ്ട്രോബെറി ആണ്. അപ്പോൾ സ്ട്രോബെറി ഇത് നല്ല ക്ലീൻ ചെയ്തെടുത്തിട്ട് അതിൻ്റെ ലീഫൊക്കെ കളഞ്ഞിട്ട് ഇത് അതുപോലെ ഹാഫാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് നമ്മുടെ കേക്കിൽ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കാം. എങ്ങനെ വെച്ചാൽ ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ ഇതുപോലെ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഞാനിത് റൗണ്ടിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ എങ്ങനെ വെച്ചാൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഇനി ഇത് അതിൻ്റെ മുകളിൽ നമുക്ക് ബ്ലൂബെറി ഉണ്ടെങ്കിൽ ബ്ലൂബെറി വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ മുന്തിരി ഉണ്ടെങ്കിൽ മുന്തിരി കട്ട് ചെയ്തിട്ട് ഇതുപോലെ വെച്ച് കൊടുത്താലും മതി. അപ്പോൾ ഇത് നല്ല അടിപൊളിയാക്കി ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് എങ്ങനെ വെച്ചാൽ ഇത് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മുടെ മിൽക്ക് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് അതിൻ്റെ മുകളിലൂടെ നമുക്കൊരു ഷുഗർ സിറപ്പ്, നമ്മുടെ മിൽക്ക് സിറപ്പ് ഉണ്ടല്ലോ, അത് ഒഴിച്ചിട്ടാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഇതങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ മിൽക്ക് സിറപ്പ് ഒഴിച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു മിൽക്ക് കേക്ക് കഴിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ആലിയ ഭട്ട് വൈറലാക്കിയിട്ടുള്ള മിൽക്ക് കേക്ക്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അതുപോലെ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. സ്വീറ്റൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു കേക്കാണിത്. അപ്പോൾ ഇതുപോലെ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.